ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് നമുക്കൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. നമ്മൾക്ക് വിഷുവിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായി പോയത് കൊണ്ടാണ്. കാരണം നമുക്ക് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വർഷം നമുക്ക് വിഷുവിന് നല്ല പോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു നെറ്റിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വന്നേക്കുന്ന സീക്വൻസൊക്കെ വെച്ച ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കസ്റ്റമർ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് കോമ്പിനേഷനായിട്ട് കസവാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പം പെട്ടെന്ന് നമുക്ക് ഇതുമായിട്ട് മാച്ച് ആകുമോ എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു. നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞതിന് ശേഷം അന്നേരമാണ് അവരും ചിന്തിച്ചത്. പെട്ടെന്ന് എടുത്തതാണ്, സമയമില്ലാത്തതിൻ്റെ പേരിൽ എടുത്തുകൊണ്ട് വന്നതാണ്. ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് തയ്ക്കാമെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ നമുക്ക് കൊണ്ടുവന്നതല്ലേ, നമുക്ക് നല്ല രീതിയിൽ മാക്സിമം എങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു 4 കുഞ്ഞുടുപ്പുകളായിട്ടാണ് തയ്ച്ചത്. പിന്നെ അമ്മയ്ക്കൊരു ബ്ലൗസുമായിട്ടാണ് നമ്മൾ തയ്ച്ചത്. അപ്പം ഇത് ഈ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ചെറിയൊരു ടോപ്പാണ്, ഒരു ചെറിയൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പം പിന്നെ സ്കർട്ടും ക്രോപ്പ് ടോപ്പും ഒക്കെ ആയിട്ട് ഇതുപോലെ ബീഡ്സൊക്കെ വെച്ചിട്ട് തയ്ക്കാൻ പറ്റി. ഇതിൻ്റെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് സമയം അനുസരിച്ച് നമ്മൾ എന്തുമായാലും ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇനി നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ നമുക്ക് മാക്സിമം എടുത്ത് നമ്മൾ എങ്ങനെയാണെന്ന രീതിയിലേക്ക് തയ്ച്ചതെന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏത് കളറാണെന്ന് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ നല്ലൊരു കളറാണ്. ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും ഇച്ചിരിയും കൂടെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ അമ്മയുടെ ബ്ലൗസൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ എല്ലാം കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലൗസിൻ്റെ എല്ലാം കട്ടിങ്ങും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് കപ്പ് കാര്യങ്ങളും എല്ലാം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം ബാക്കിലൊരു വി നെക്കായിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്കെല്ലാം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് കറക്റ്റ് ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ പഠിച്ച് അതിൻ്റെ ട്രിക്കും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയാണ് ഞാൻ ബ്ലൗസൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട്.